ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. പിന്നെ നരേന്ദ്രമോദിയുടെ ഒരു വലം കൈയാണല്ലോ സുരേഷ് ഗോപി. ആള് ജയിച്ചില്ലെങ്കിൽ സുരേഷ് ഗോപിക്കാണ്, മുരളി ജയിക്കില്ല. സുരേഷ് ഗോപി ഒന്നൊരു വെല്ലുവിളിയല്ല, പക്ഷേ പ്രതാപനായിരുന്നു എന്നുണ്ടെങ്കിൽ സുനിൽകുമാറിന്റെ ഭൂരിപക്ഷം കുറഞ്ഞാണ്. ആളൊരു നല്ല നടനാണ്, പക്ഷേ രാഷ്ട്രീയത്തിൽ അത്ര പോരാ. ആള് ജയിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. എനിക്കൊരു അഭിപ്രായമില്ല, ഞാൻ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. സുരേഷ് ഗോപി ജയിക്കും. എന്തുകൊണ്ട്? സുരേഷ് ഗോപി ഒരു നല്ലൊരു വ്യക്തിയാണ്. നല്ല വ്യക്തി എന്ന് പറഞ്ഞാൽ നല്ല നാട്ടുകാരും ഇപ്പോൾ ജനങ്ങളെയും മനസ്സറിഞ്ഞ് കണ്ടറിഞ്ഞ് സഹായവും കാര്യങ്ങളും എല്ലാം ചെയ്ത് അത് കാരണം കൊണ്ട് സുരേഷ് ഗോപി തന്നെ ഇവിടെ ജയിക്കുള്ളൂ. കേന്ദ്രമന്ത്രിയാവും, അത് ഉറപ്പാണ്. സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തുകൊണ്ടത്? ആള് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യുന്നുള്ള പ്രതീക്ഷയുണ്ട്. പിന്നെ നരേന്ദ്രമോദിയുടെ ഒരു വലം കൈയാണല്ലോ സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ കുറച്ച് വിവാദങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ കുറച്ച് മുന്നേ കണ്ടായിരുന്നല്ലോ, അതൊക്കെ ദോഷം ചെയ്യും. അതൊക്കെ ഈ എതിര് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന ഇതല്ലേ, വാദങ്ങളല്ലേ. ആൾ സിനിമ നടനാണ്, സിനിമ സ്റ്റൈലാണ് എന്നൊക്കെ പറയുന്നതൊക്കെ തെറ്റായ ഒരു പ്രചാരണമാണ്. ജയിക്കും. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ രാഷ്ട്രീയക്കാരനോട് പറയുന്നത് സുനിൽകുമാർ ജയിക്കുന്നതാണ്. പിന്നെ ആര് ജയിച്ചാലും നമുക്ക് കുഴപ്പമില്ല. സുരേഷ് ഗോപിക്കുള്ള സാധ്യത അതുണ്ട്, ഇല്ലയെന്ന് ബാധിക്കില്ല. ആഗ്രഹം അതങ്ങനെയാ, നമ്മൾ രാഷ്ട്രീയക്കാരനല്ലേ, അതിൻ്റെ തോൽക്കൃത്ത ഒരു പേര് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതില്ല, നമ്മൾ രാഷ്ട്രീയക്കാരനല്ലേ, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം. ആള് ജയിച്ചില്ലെങ്കിൽ സുരേഷ് ഗോപിക്കാണ്, മുരളി ജയിക്കില്ല. മുരളി നിന്നോണ്ടാണ് സുരേഷ് ഗോപിക്ക് ആഗ്രഹം നിൽക്കുന്നത്. ആള് പൊട്ട മനുഷ്യനൊന്നല്ല, ആള് നല്ലത് തന്നെയാണ്. ജയിക്കണമെങ്കിൽ തൃശ്ശൂർ ജില്ലയ്ക്കൊക്കെ എന്തെങ്കിലും ആളൊരു മന്ത്രിയാവും, ജയിച്ചില്ലെങ്കിലും മന്ത്രിയാവും സുരേഷ് ഗോപി. അവർക്ക് ഭരണം കിട്ടണി കേട്ടോ, ഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ മന്ത്രിയാവില്ല. ഇവിടെ ആര് ജയിക്കുന്നതാണ് ഒരു അഭിപ്രായം? ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം കെ മുരളീധരൻ ജയിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? അതിനെപ്പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നന്മകളും രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ മണ്ഡലത്തിന് വേണ്ടിയും എല്ലാ നന്മകളും ചെയ്തു തരുന്നുള്ള ഉറപ്പുകൊണ്ടാണ് ജയിക്കുമെന്ന് പറയാൻ കാരണം. ഇതിന് മുന്നേ ഇവിടെ നിന്നിപ്പോൾ തോറ്റുപോയ സ്ഥാനാർത്ഥിയാണ്, അത് വീണ്ടും വന്നേക്കുമ്പോൾ ജയിക്കാൻ സാധ്യത. അത് അന്ന് പല കാരണങ്ങളാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നത വെച്ചും പോയിണ്ടാവും. അപ്പോൾ അങ്ങനെ അത് തോറ്റുപോയി എന്നുള്ളൂ. ഇത്തവണ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്നതാണ് ഉറപ്പ്. കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ UDF? വരുമല്ലോ. അഥവാ ചോദിച്ച് കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ബാക്കിയുള്ള സീറ്റുകളും കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കേന്ദ്രത്തിൽ വരുമല്ലോ. ഈ സുരേഷ് ഗോപി ഇവിടെ മത്സരിക്കുന്നത് മുരളീധരനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ബാധിക്കും? ബാധിക്കൊന്നുമില്ല. കഴിഞ്ഞ തവണയും സുരേഷ് ഗോപി നിന്നതല്ലേ, ഇത്തവണ ബാധിക്കില്ല. എന്നാലും വോട്ടുകളൊക്കെ പിടിച്ചാലും മുരളീധരനാണ് കൂടുതൽ സാധ്യത. ഈ സുനിൽകുമാർ മന്ത്രിയായിരുന്ന ആളാണ്, ആൾക്ക് ഏതെങ്കിലും രീതിയിൽ? അത് അന്ന് അങ്ങനെ ആയി, ഇന്ന് അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഇത്തവണ നമ്മുടെ മുരളീധരനെയാണ് എല്ലാവരും പിന്തുണച്ച് വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ സാധ്യത. ഈ പ്രതാപൻ ഇവിടെ സ്ഥാനാർത്ഥിയായി ആദ്യം പ്രഖ്യാപനമൊക്കെ നടത്തിയതിനു ശേഷം മാറ്റിയ രീതി, അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കാം? അതിൽ അന്ന് എല്ലാവർക്കും മനസ്സിലായി, അന്ന് പേര് നോമിനി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിനെപ്പറ്റി എല്ലാവർക്കും ക്ലിയർ അറിയാം, മുരളീധരനെ കിട്ടിക്കഴിഞ്ഞ് ജയിക്കുന്നു. അതുകൊണ്ടാണ് മുരളീധരൻ ആക്കിയിരിക്കുന്നത്. എനിക്കിപ്പോൾ എന്താ പറയുക, ആർക്കും ഒരാൾ ഭാഗ്യം പരീക്ഷിക്കണ്ടേ? ഒരു പ്രാവശ്യം ഒന്ന് മാറി ചിന്തിക്കട്ടെ ജനം, അത്രയും തന്നെയുള്ളൂ. മാറി ചിന്തിക്കാന്ന് പറയാൻ മനസ്സിലാക്കിക്കോ ആരാന്ന്. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. കാരണം ജനം മാറി ചിന്തിക്കട്ടെ, ഈ രാഷ്ട്രീയത്തിനൊക്കെ ഒരു വ്യത്യാസം വരട്ടെ. ഇവിടെ ആര് ജയിക്കാന്ന് കൂടുതലോട്ട് കിട്ടുന്ന ആൾ ജയിക്കും സ്വാഭാവികമായിട്ട്. ആര് ജയിച്ചാലും നമുക്കൊരു ഗുണമില്ല. നമ്മൾ പണിയെടുക്കണം, നമ്മൾ ജീവിക്കണേ.
ഞാൻ അത് പാർട്ടി ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആഗ്രഹമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി ജയിക്കുകയോ ഇല്ല എന്നുള്ളത് തമ്പുരാനെ അറിയുള്ളൂ. നാടിന് ഗുണം ചെയ്യുന്നവർ വരണം. നമ്മുടെ ഷാഫി പറമ്പിനെ പോലുള്ള സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ നല്ലതാണ്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സുനിൽകുമാർ ജയിക്കുള്ളൂ. 100% ഞങ്ങൾക്ക് ഉറപ്പ് സുനിൽകുമാർ തന്നെയാണ്. ഇവിടെ ഈ മണ്ഡലത്തിൽ 40,000 വോട്ട് ഈ മണ്ഡലത്തിൽ തന്നെയുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ലീഡ്. അയാൾ മന്ത്രിയായിരുന്നപ്പോൾ പല സമയത്ത് കണ്ടമാതിരി വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്നും ഇവിടെ സുനിൽകുമാറെ ജയിക്കുള്ളൂ എന്ന് വെച്ചാൽ എല്ലാവരും അഭിപ്രായം അങ്ങനെ പറഞ്ഞപ്പോൾ സുനിൽകുമാർ ജയിക്കുമെന്ന് പറഞ്ഞു. ഗെയിന് പറ്റുന്ന വേണം. ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ സുനിൽകുമാറിനെ ജയിക്കാൻ വഴി സാധ്യത എന്ന് വെച്ചാൽ ഇവിടെ മുന്നേ MP ആയിട്ട് ഇവിടെ അല്ല MP ഇവിടുത്തെ MP തൃശ്ശൂർ MP ആയിട്ട് പോയ ആൾ ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്താണ് വന്നത്. ഇപ്പോൾ പ്രാവശ്യം നിൽക്കണില്ല TM പ്രതാപൻ. അതുകൊണ്ട് VS സുനിൽകുമാർ ഇവിടെ കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്നുണ്ട്. അതിനോടൊക്കെ പല ഇതുകളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കൃഷിക്കാർക്കായിട്ട്. അപ്പോൾ അതുകൊണ്ട് VS സുനിൽകുമാർ ജയിച്ച് വരണം. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. അഭിപ്രായത്തിൽ ഇപ്രാവശ്യം തൃശ്ശൂർ ആരെടുക്കും? ഇപ്പോൾ ആര് ജയിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല. അതാണ്. ആരും ജയിക്കുന്ന പ്രത്യേക ആഗ്രഹമൊന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആര് ജയിച്ചാലും കാര്യമില്ല എന്നുള്ളതാണ്. ആര് ജയിച്ചാലും നമുക്കെന്താ കാര്യം? ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇപ്രാവശ്യം ആര് ജയിക്കുക തൃശ്ശൂർ? സുനിൽകുമാർ ജയിക്കും. സുനിൽകുമാർ ജയിക്കുക. എന്തുകൊണ്ട്? ആളുടെ പ്രവർത്തനത്തിൻ്റെ രീതി കൊണ്ടും നമുക്ക് ആളിലുള്ള വിശ്വാസം കൊണ്ടും. ഈ സുരേഷ് ഗോപി ഒന്നൊരു വെല്ലുവിളിയല്ല. പക്ഷേ പ്രതാപനായിരുന്നു എന്നുണ്ടെങ്കിൽ സുനിൽകുമാറിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞേനെ. മുരളീധരൻ വന്നതോടുകൂടി ഒരു 20,000 വോട്ടുണ്ടെങ്കിലും ഭൂരിപക്ഷം കൂടി കിട്ടും. അത് അവരുടെ വോട്ടെന്നെ പറയും. ചേച്ചി ഇത്തവണ തൃശ്ശൂര് ആരെടുക്കുന്നാണ് ചേച്ചിയുടെ ഒരു അഭിപ്രായം? മുരളീധരൻ തന്നെ ആയിരിക്കും. അതെന്താ ഉറപ്പ് പറയാൻ കാരണം? മുരളീധരൻ നല്ലൊരു വ്യക്തിയാണ്. നല്ലൊരു അച്ഛൻ്റെ മകനാണ്. തന്നെയല്ല ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. വീണ്ടും ഒരു മണിപ്പൂർ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുരളീധരൻ തന്നെ ജയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മുരളീധരൻ തന്നെ ജയിച്ചിരിക്കും. ഈ സുരേഷ് ഗോപി മത്സരിക്കേണ്ടല്ലോ ഒരു സിനിമ നടനൊക്കെയാണ്. നമ്മൾ ആളുടെ സിനിമ കാണുന്നതാണ്. ആ രീതിയിൽ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ അങ്ങനെ വോട്ട് ചെയ്യാൻ മാറി കുത്താൻ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ആളൊരു നല്ല നടനാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ അത്ര പോരാ. ആൾ ജയിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. ഈ LDFിൻ്റെ സ്ഥാനത്ത് സുനിൽകുമാറിന് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? സാധ്യതയൊന്നും കാണാനില്ല. മുരളീധരൻ തന്നെയാണ് ജയിക്കുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പോൾ ഇന്ത്യയിൽ മോഡിയുടെ ഭരണം ഇപ്രാവശ്യം തീരുമെന്നുള്ളതാണോ? തീർക്കേണ്ടതാണ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കയറിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാസിന് ഇരട്ടി വിലയായി. സബ്സിഡി കിട്ടിക്കൊണ്ടിരിക്കുന്നത് കിട്ടാതായി. തന്നെയല്ല ഞാൻ തൊഴിലുറപ്പ് മേറ്റാണ്. അപ്പോൾ തൊഴിലുറപ്പ് മേഖലയിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ശമ്പളം കിട്ടുന്ന കാര്യത്തിലായാലും പണിയുടെ കാര്യത്തിലായാലും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ മുരളീധരൻ തൃശ്ശൂർ ജയിക്കുന്നതാണ് ചേച്ചി പറയുന്നത്? അതെ. ഏകദേശം എത്ര വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടാവുമെന്നൊന്ന് പറഞ്ഞേ. അത് പറയാൻ പറ്റില്ല. ഇല്ല. മുരളീധരൻ ജയിക്കുമെന്നാണ്. ഇത്തവണ തൃശ്ശൂർ ആരെടുക്കുന്നതാണ് ചേട്ടൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. 3 വീട്ടിൽ ഇതിൽ നിൽക്കും. സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇല്ലാന്നും പറയാൻ പറ്റില്ല. ഏത് രീതിയിലാണ് അവിടെ നടക്കണത്. ഇപ്പോൾ എൻ്റെ ആഗ്രഹം ഞാൻ ജയിക്കുന്നില്ല. എനിക്ക് ഞാൻ മത്സരിക്കുന്നില്ല. എൻ്റെ കക്ഷി ജയിക്കുന്നില്ല. എൻ്റെ ആഗ്രഹം ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് ഒരു മാർക്സികാരനാണ്. അറിയാം അതിന്. അതുകൊണ്ട് ഞാൻ ജയിക്കുന്നത് എനിക്ക് ആഗ്രഹം. സുരേഷ് ഗോപി ജയിക്കുന്ന ബൈക്കിൻ്റെ എന്നുള്ളത് അവർ മത്സരിച്ച് തീരുമാനിക്കുന്നു. എനിക്കൊരു അഭിപ്രായമില്ല. ഞാൻ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ഇഷ്ടമില്ല. അതന്നെ വോട്ടൊക്കെ ചെയ്യോ. പിന്നെ എന്താ കാര്യം? അവർക്ക് തിന്നാൻ കൊടുത്തിട്ട് നമുക്ക് വല്ല കാര്യം ഉണ്ടാ? ഇല്ല. എന്തെങ്കിലും എന്തിനാ അങ്ങോട്ട് പോകണ്ട? ഓട്ടൊക്കെ ചെയ്യാനാ അവിടെ പോയി വരി നിൽക്കാനാ? ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ.
ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.